വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ നന്ദിതൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാൻ ആശയുടണയും നിതാ. നന്ദിതൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാൻ ആശയുടണയും നിതാ. തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാൻ നവജീവൻ നേടാൻ പുതുമലരായി വിരിയാൻ. തിരുസുതരോടൊപ്പം ഒരു ബലിയായി തീരാൻ നവജീവൻ നേടാൻ പുതുമലരായി വിരിയാൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് ഈ വിശുദ്ധ ബലിയിലൂടെ നമുക്ക് നന്ദി പറയാം. നമ്മൾ ആരംഭിച്ചിരിക്കുന്ന പുതിയ ഒരാഴ്ചയിലേക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ചില അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കാതെ ദൈവം നമുക്ക് തരുന്നതാണ്. എന്നാൽ മറ്റ് ചില അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിച്ചെങ്കിലേ ദൈവം നമുക്ക് തരികയുള്ളൂ. അതുകൊണ്ടാണ് എന്നെ വിളിക്കുക, ഞാൻ മറുപടി തരുമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞത്. വരാനിരിക്കുന്ന ഒരാഴ്ചയെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിന് സന്തോഷം തരുന്ന ചിന്തകൾ, ആകുലത തരുന്ന ചിന്തകൾ, ഭയം തരുന്ന ചിന്തകളൊക്കെ ഓരോരുത്തരുടെ മനസ്സുകളിലുണ്ടാകും. അതെല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. എന്നിട്ട് ആവശ്യമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ആകുലപ്പെടുന്നതും ഭയപ്പെടുന്നതും എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ, അങ്ങയുടെ അനുഗ്രഹത്താൽ അവയെല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ അനുഗ്രഹങ്ങൾ എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിശബ്ദമായി നമുക്ക് കണ്ണുകൾ അടച്ച് ദൈവത്തിന് നന്ദി പറയാം. അടുത്ത ഒരാഴ്ചത്തേക്ക് വേണ്ട ആത്മീകവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെ നമ്മൾ സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെല്ലാം സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടില്ലെങ്കിലും വലിയ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന പലരെയും നമുക്കറിയാം. അവരെയെല്ലാം ഒന്ന് സമർപ്പിക്കാം. ഓ പിതാവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുത്തെ പുത്രന് ഞങ്ങളുടെ രക്ഷകനമായ യേശുക്രിസ്തു വഴി ഞങ്ങൾക്കും അവർക്കും ആവശ്യമായ ആത്മീകവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ ബലിയിലൂടെ നൽകണമേ എന്ന് നമ്മൾ നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ
കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അടച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേഘയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും. എന്നാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരിസ്രയേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ ശ്രീനഗരിയവൻ കരുണാവാരിധിയവനല്ലോ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കുന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേയുടെ സ്നേഹത്തിൻ്റെ പരിമളിൽ ഞങ്ങളെ ലഭിക്കുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സുന്ദരനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലേ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. കർത്താവ് ബാൽപെയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടർന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും
കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവുമുള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാൽ. ഈശോ അനുഗ്രഹിക്കട്ടെ. യൂദയായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ ഏശയ്യായ്ക്കുണ്ടായ അരുൾപ്പാട്. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും. അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ച് രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല. യാക്കോബിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. ദൈവമായ കർത്താവിന് സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുവിൻ. അമ്പരമനവരതൻ ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതി
ഇന്നീ വേദിയിൽ. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേകയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശ്രവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഏതൊരുവനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും വാങ്ങി മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുവിൻ. കാരണം ഭൂമിയും അതിലുള്ള സർവ്വവും കർത്താവിൻ്റേതാണ്. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പി തരുന്നതെന്തും മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ വിവരമറിയിച്ച ആളെ കരുതിയും മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. നിന്റെ മനസാക്ഷിയല്ല, അവൻ്റേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസാക്ഷി കൊണ്ട് എന്തിന് വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ അതിൽ ഭാഗഭാക്കാകുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞതയർപ്പിക്കുന്ന ഒന്നിനു വേണ്ടി എന്തിന് എന്നെ കുറ്റപ്പെടുത്തണം? അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോൾ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12, 54 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുന്നു. കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോടുകൂടി അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഗലീലിക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തി വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ ശീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറൂസലമിൽ വസിച്ചിരുന്ന എല്ലാവരെയേക്കാൾ കുറ്റക്കാരായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു യാത്രയെപ്പറ്റി യേശു പറയുന്നുണ്ട്. ആ യാത്ര പോകുമ്പോൾ വഴിയിൽ വെച്ച് രമ്യതപ്പെട്ടുകൊള്ളുക, ഇല്ലെങ്കിൽ വിധിയുണ്ടാകും. ഒരുപക്ഷെ കാരാഗ്രഹമുണ്ടാകും. ആ കടം വീട്ടുന്നത് വരെ അവിടെ നിന്ന് പുറത്തു വരാൻ ആവുകയില്ല. ഈ വാക്കുകളിലൂടെ കർത്താവായ യേശു നമ്മൾ പലരും കൊണ്ടു നടക്കുന്ന എല്ലാം ശരിയാണ്, ഒന്നും പേടിക്കേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയെ, ഒരു കോംപ്ലസൻസിയെ, ഒരു ലാഘവ ബുദ്ധിയെ, എല്ലാം തൃപ്തികരമാണെന്ന ചിന്തയെ വെല്ലുവിളിക്കുകയാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു വിധി നമ്മളെ കാത്തിരിപ്പുണ്ട്. അത് മരിച്ച അടുത്ത നിമിഷമാണ് സംഭവിക്കുക. മരിച്ച ആത്മാവ് ദൈവസന്നിധിയിലെത്തുന്നു. ദൈവം ചെയ്ത പ്രവൃത്തികൾ നോക്കി ആളെ വിധിക്കുന്നു. ഈ വിധിയുടെ സമയം ഓരോ മനുഷ്യനും ഒരത്ഭുതത്തിൻ്റെയും ഒരമ്പരപ്പിൻ്റെയും സമയമാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് അത്ഭുതത്തിൻ്റെ സമയമാകുന്നത്? അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ സർവ മഹത്വത്തോടും കൂടെ നേരിട്ട് കാണുകയാണ്. അത് തന്നെ ഒരു അത്ഭുതവും ഒരു അമ്പരപ്പുമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ദൈവത്തെ അന്ന് കാണുന്ന ചില മനുഷ്യരെങ്കിലും ദൈവമില്ലാന്ന് വിചാരിച്ചവരും ദൈവമില്ലാന്ന് പഠിപ്പിച്ചവരും
ദൈവത്തെ വിശ്വസിച്ചവരെയും സ്നേഹിച്ചവരെയും കളിയാക്കിയവരും കൊന്നവരും പീഡിപ്പിച്ചവരും ഒക്കെ അവരും ആദ്യമായിട്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുക, അവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി കേൾക്കാൻ. അതൊരു അത്ഭുതത്തിൻ്റെ നിമിഷമാണ്, അതൊരു അമ്പരപ്പിൻ്റെ നിമിഷമാണ്. എന്നാ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഗവൺമെൻറ് പിടിക്കാതെ നോക്കിയാൽ മതി, മനുഷ്യരറിയാതെ നോക്കിയാൽ മതി, അതൊക്കെ സമാധാനിച്ച് പോരുന്ന ചില ആളുകളും അവിടെ അമ്പരക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യും. കാരണം അവരും ദൈവത്തെ നേരിട്ടവിടെ കാണും. ഇങ്ങനെ ഒരു വക നല്ല വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ജീവിക്കുന്നവർക്കും അത് അത്ഭുതത്തിൻ്റെ അമ്പരപ്പിൻ്റെ ഒരു സമയമാണ്. കാരണം അവരും ദൈവത്തെ നേരിട്ട് കാണുക. അപ്പോൾ ദൈവത്തെ നേരിട്ട് കാണുക എന്നത് തന്നെ അത്ഭുതത്തിൻ്റെയും അമ്പരപ്പിൻ്റെയും ഒരു നിമിഷമാണ്. ഇനി രണ്ടാമത്തെ അത്ഭുതവും അമ്പരപ്പും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിങ്ങനെയാണ്, നമ്മൾ ഓരോരുത്തരും ചെയ്ത സർവ നന്മ തിന്മകളും ദൈവം നമുക്കവിടെ വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ കണക്ക് ബുക്കിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം 2 പേജുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പേജിൽ നമ്മൾ ചെയ്യുന്ന സർവ്വ നന്മകളും സുഹൃതങ്ങളും പുണ്യങ്ങളും പരോപകാരങ്ങളും എല്ലാം ദൈവം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ പേജിൽ നമ്മൾ ചെയ്തതും നമ്മൾ അനുദപിച്ച് ഏറ്റുപറയാത്തതും ദൈവം ക്ഷമിക്കാത്തതുമായ സർവ്വ പാപങ്ങളും ദൈവം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. മരിച്ച ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഈ 2 പേജും ദൈവം തുറക്കും. ആദ്യം നന്മയുടെ ആ പേജ് ദൈവം എടുക്കും. നമ്മൾ ഓരോരുത്തരും ചെയ്ത, നമ്മൾ തന്നെ മറന്നുപോയ, ആർക്ക് വേണ്ടി ചെയ്തോ അവരും മറന്നുപോയ എണ്ണമറ്റ നന്മകൾ, സുഹൃതങ്ങൾ, പുണ്യങ്ങൾ, പരോപകാരങ്ങൾ, ആശയടക്കങ്ങൾ എല്ലാം ദൈവം ഇങ്ങോട്ട് വെളിപ്പെടുത്തും. എന്നിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരോടും പറയും, ഇതെല്ലാം എനിക്ക് വേണ്ടി നീ ചെയ്തത്, എനിക്ക് വേണ്ടി നീ ചെയ്തത്. ഈ പുണ്യങ്ങൾ, ഈ പരോപകാരങ്ങൾ, ഈ ആശയടക്കങ്ങൾ, ഈ ത്യാഗങ്ങൾ, ഈ പുണ്യപ്രവൃത്തികൾ എല്ലാം എനിക്ക് വേണ്ടി നീ ചെയ്തത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്ത നന്മകളുടെ, സുഹൃതങ്ങളുടെ, പുണ്യങ്ങളുടെ, പരോപകാരങ്ങളുടെ, ആശയടക്കങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടാകും. ലിസ്റ്റിന് നീളം കൂടിയും കുറഞ്ഞിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം അനുസരിച്ച്. ആ ലിസ്റ്റ് ദൈവം ഇങ്ങ് കാണിച്ചു തരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, നമ്മൾ സന്തോഷിക്കും. ദൈവമേ, ഞാൻ പോലും മറന്നുപോയ ഈ കുഞ്ഞു കാര്യങ്ങൾ പോലും നീ ഓർത്തിരിക്കുന്നുണ്ടല്ലോ, നീ അതിനെ ഓർമ്മപ്പെടുത്തിയല്ലോ, നിന്റെ കണക്ക് പുസ്തകത്തിൽ അതുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു അമ്പരപ്പ്, അതിലൊരു ഒരു അത്ഭുതം, ദൈവത്തോടെ ഒരു ആദരവ് നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം പറയും, ഒരു ലിസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ, ഒരു ലിസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ലിസ്റ്റ്, ആ ദൈവത്തിൻ്റെ പേജിലെ രണ്ടാമത്തെ കാര്യങ്ങൾ ദൈവം അങ്ങ് വായിച്ച് കേൾപ്പിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ചെയ്ത, എന്നാൽ അനുദപിച്ച് ഏറ്റു പറയാത്ത, ദൈവം ക്ഷമിക്കാത്ത പാപങ്ങളുടെ ലിസ്റ്റ്, പാപങ്ങളുടെ ലിസ്റ്റ്. ആ ലിസ്റ്റ് കാണുമ്പോൾ നമ്മളെല്ലാം അമ്പരക്കും, നമ്മളെല്ലാം അമ്പരക്കും. ഇച്ചിരി മുമ്പ് അത്ഭുതപ്പെട്ട് നിന്നവർ പോലും ഒരുപക്ഷെ അമ്പരക്കാൻ തുടങ്ങും. കാരണം ക്ഷമിക്കപ്പെടാത്ത നമ്മൾ ചെയ്ത കുറേ പാപങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ വിശുദ്ധിയുടെ അളവനുസരിച്ച് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലുള്ള ദൈവം ഇങ്ങോട്ട് കാണിച്ചു തരും. അമ്പരന്ന് പോകും. അതാണ് വിധിയുടെ സമയം, തനത് വിധിയുടെ സമയം. അപ്പം അങ്ങനെ ഒരു വിധിയെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മരണം കഴിഞ്ഞ അടുത്ത നിമിഷം അഭിമുഖീകരിക്കാനുണ്ട് എന്ന് ദൈവം നമ്മളോട് പറയുക. ആ വിധിയുടെ സമയം ദൈവത്തിൻ്റെ നീതിയുടെ സമയം കൂടിയാണ്. അവിടെ ദൈവം നീതിയുള്ള ന്യായാധിപനായിട്ടാണ് അവിടെ ഇരിക്കുക. അവിടെ ദയയില്ല, കാരുണ്യമില്ല, നീതിയാണ്. നീതിയോടെ പെരുമാറും.
സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യതയുള്ളവരെ അങ്ങോട്ടേക്ക് വിടും. ശുദ്ധീകരണത്തിൽ പോകാൻ അവസ്ഥയിലുള്ളവരെ അങ്ങോട്ടേക്ക് വിടും. നരകത്തിൽ പോകാൻ യോഗ്യതയുള്ളവരെ അങ്ങോട്ടേക്കും വിടും. അതാണ് ദൈവത്തിൻ്റെ നീതി. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഈ കോംപ്ലസൻസി എല്ലാം ഓക്കെയാണ്, എല്ലാം സുരക്ഷിതമാണ്, എല്ലാം തൃപ്തികരമാണ് എന്ന നമ്മുടെ ആ ധാരണ മരിച്ച അടുത്ത നിമിഷം പൊളിയും. മരിച്ച അടുത്ത നിമിഷം പൊളിയും. നമ്മൾ ചില ചരമപ്രസംഗത്തിലൊക്കെ കേൾക്കാറില്ലേ, ആ മരിച്ച ആൾ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത വലിയ കാര്യങ്ങൾ, അവിടെ ആ കെട്ടിടം പണിതു, ഇവിടെ ഈ കെട്ടിടം പണിതു, അവിടെ അത് ചെയ്തു, ഇവിടെ ഇത് ചെയ്തു, മറ്റേത് ചെയ്തു, ഈ മൺതരികൾ പോലും ഇയാളെ ഓർക്കുക എന്നൊക്കെ പറഞ്ഞ ആ പ്രസംഗമൊക്കെ ഇല്ലേ. അതൊക്കെ പറഞ്ഞ് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് മുകളിൽ എന്താ സംഭവിക്കുന്നറിയാവോ? ഈ മരിച്ചയാൾ ദൈവത്തെ അഭിമുഖീകരിച്ചു കഴിഞ്ഞു, ദൈവത്തിൻ്റെ വിധിയും അയാളുടെ മേൽ ഉച്ചരിച്ചു കഴിഞ്ഞു, ദൈവം അങ്ങോട്ട് അയച്ചു, അവിടെ കിടന്ന് ആ ആൾ അവസ്ഥ അനുഭവിക്കാൻ തുടങ്ങി. സ്വർഗത്തിലാണ് സ്വർഗഭാഗ്യം, നരകത്തിലാണ് അവിടുത്തെ പീഡ, ശുദ്ധീകരണത്തിലാണ് അവിടുത്തെ പീഡ അനുഭവിക്കാൻ തുടങ്ങി. അതവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ ഇയാളെപ്പറ്റി പറയുന്നത്. അത് പറയണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മരിച്ച ആളെ സംബന്ധിച്ച് അതൊന്നും അല്ല പ്രധാനപ്പെട്ടത്. മരിച്ച ആളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഇപ്പോൾ ആളുടെ ആത്മാവ് എവിടെയാണ്? അത് സ്വർഗത്തിലാണോ, അത് ശുദ്ധീകരണത്തിലാണോ, അത് നരകത്തിലാണോ? ഇത് മാത്രമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഈ തനത് വിധിയെ അഭിമുഖീകരിക്കേണ്ടതുള്ളത് കൊണ്ട് കർത്താവ് പറയുകയാണ്, ആ സമയത്ത് നിങ്ങൾക്ക് ദയ കിട്ടത്തില്ല, ആ സമയത്ത് നിങ്ങൾക്ക് കാരുണ്യം കിട്ടത്തില്ല. നിങ്ങൾക്ക് ദയയും കാരുണ്യവും കിട്ടുന്നത് മരിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്താണ്. അതാണ് കർത്താവ് പറയുന്ന വഴി എന്ന് പറയുന്നത്. നീ വഴിയിലൂടെ നടന്ന് പോകുമ്പോൾ, അതായത് നിൻ്റെ തനത് വിധിയുടെ സമയത്തിലേക്ക്, സന്ദർഭത്തിലേക്ക്, അവസരത്തിലേക്ക് നീ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ മരണം വരെ. ആ സമയത്ത് നീ നിൻ്റെ ദൈവത്തോട് രമ്യതപ്പെടാൻ ശ്രമിക്കും. നിൻ്റെ കോംപ്ലസൻസി ഒക്കെ നഷ്ടപ്പെടട്ടെ, എല്ലാം ഓക്കെയാണെന്നുള്ള നിൻ്റെ ചിന്ത പൊളിയട്ടെ. ഇപ്പോൾ എല്ലാം തൃപ്തികരമാണെന്ന് നീ എപ്പോഴും ചിന്തിച്ച് കൂട്ടാതിരിക്കുക. നിൻ്റെ ഭാഗത്ത് നന്മയുണ്ട്, സുഹൃതങ്ങളുണ്ട്, പുണ്യങ്ങളുണ്ട്, ത്യാഗങ്ങളുണ്ട്. പക്ഷേ ഒരുപക്ഷെ നിൻ്റെ ഭാഗത്ത് നീ ശിക്ഷിക്കപ്പെടാൻ തക്ക വിധത്തിലുള്ള തിന്മകളും ഉണ്ടാകാം. അവിടെ തിന്മയുണ്ടെങ്കിൽ അത് നിനക്ക് ശിക്ഷയ്ക്ക് കാരണമാകും, നന്മകളെല്ലാം നിനക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യും. ഒരു കാര്യം കൂടിയുണ്ട്, നീ 10,000 നന്മകൾ ചെയ്തു, നിൻ്റെ കണക്ക് ബുക്ക് ഇതിലുണ്ട്. പക്ഷെ നീ മരിച്ചത് 4 ചാവദോഷത്തോടു കൂടിയാണ്. നീ ചെയ്ത 10,000 നന്മകളുടെ ഒരു സമ്മാനവും നിനക്ക് കിട്ടത്തില്ല, നീ പോകുന്ന ശിക്ഷയിലേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു കോംപ്ലസൻസി വെച്ച് പുലർത്തരുത്. എല്ലാം ഓക്കെ, എല്ലാം തൃപ്തികരം, എല്ലാം മനോഹരമായിരിക്കുന്നു എന്ന് നമ്മൾ വെച്ച് പുലർത്തരുത്. തീർച്ചയായിട്ടും നമ്മളിൽ ഒത്തിരി പേര് വലിയ വിശുദ്ധികൾ ജീവിക്കുന്നവരാ, പുണ്യത്തിൽ ജീവിക്കുന്നവരാ. അവരുടെ കണക്ക് പുസ്തകത്തിൽ 10,000-കണക്കിന് നന്മകൾ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ സന്തോഷം, നമുക്ക് സന്തോഷം തരട്ടെ. പക്ഷെ മറുവശത്ത് നമ്മൾ കാണുന്നില്ലേ, ഇതിനെപ്പറ്റി, മരണാനന്തര ജീവിതത്തെപ്പറ്റി, വിധിയെപ്പറ്റി, വരുംകാല ജീവിതത്തെപ്പറ്റി യാതൊരു പല വിചാരം പോലും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ നമ്മൾ കാണാറില്ലേ? നമ്മൾ സമൂഹത്തെ നോക്കിയാൽ 3 ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ കാണാം ചുരുങ്ങിയത്. ഒരു കൂട്ടർ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ദൈവവിചാരത്തിലും പുണ്യത്തിലും ജീവിക്കുന്നവർ. രണ്ടാമത്തെ ഒരു കൂട്ടർ തരക്കേടില്ലാത്ത ഒരു ജീവിതം ജീവിക്കുന്നവർ. പുണ്യമുണ്ടോ നന്മയുണ്ടോ ഉണ്ട്, പക്ഷേ വെച്ച് മോശമായിട്ടൊക്കെ അങ്ങ് പോകും. മൂന്നാമതൊരു കൂട്ടർ ദൈവത്തെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ആത്മീയമായിട്ടൊന്നും ചെയ്യത്തില്ല, ഇഷ്ടം പോലെ തെറ്റുകളും ചെയ്യും. ഒരു പക്ഷേ നാലാമത്തെ ഒരു കൂട്ടരുണ്ട്, ദൈവം പോലും ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്നവർ, ദൈവത്തെ വിശ്വസിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, കളിയാക്കുന്നവരെ, നശിപ്പിക്കുന്നവർ, അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെട്ടെന്നോ അതനുസരിച്ച് വിധി ദിവസത്തിൽ നമുക്കുള്ള അത്ഭുതവും അമ്പരപ്പും കൂടിയും കുറഞ്ഞു വരിക്കും. ഒന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടവരെന്ന് വെച്ചാൽ ഒരു വക വിശുദ്ധിയിലും പുണ്യത്തിലും പാപം ചെയ്യാതെയൊക്കെ ജീവിക്കുന്നവർക്ക് അത്ഭുതപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, അമ്പരക്കാൻ അധികം കാര്യം ഉണ്ടാവില്ല.
രണ്ടാമത്തെ സെറ്റ് വരുമ്പോൾ അത്ഭുതം കുറയും, അമ്പരപ്പ് കൂടും. മൂന്നാമത്തെ സെറ്റിലാണെങ്കിൽ അത്ഭുതം പിന്നെയും കുറയും, അമ്പരപ്പ് പിന്നെയും കൂടും. നാലാമത്തെ സെറ്റാണെങ്കിൽ അമ്പരപ്പ് മാത്രമേ ഉണ്ടാവൂ, അത്ഭുതപ്പെടാനൊന്നുമില്ല, സന്തോഷിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, നീ നിൻ്റെ വിധിയുടെ സമയം വരെ ഈ കോംപ്ലസൻസിയിൽ എല്ലാം തൃപ്തികരമാണെന്ന ആ ധാരണയെ പോകരുത്. നിൻ്റെ ജീവിതയാത്രയാകുന്ന വഴിയിൽ വെച്ച് നീ നിൻ്റെ ദൈവത്തോടൊന്ന് രമ്യതപ്പെടാൻ ശ്രമിക്കുക. വന്നുപോയ തെറ്റുകളുണ്ടെങ്കിൽ നീ ഒന്ന് അനുദപിച്ച് ദൈവത്തോട് മാപ്പ് ചോദിക്കുക, അതിന് പരിഹാരം ചെയ്യുക, കഴിയുന്നത് തെറ്റ് ചെയ്യാതെ നീ ജീവിക്കുക എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവായ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തി തരിക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെ ആധ്യാത്മിക ജീവിതം ഏകദേശം എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. കൃത്യമായിട്ട് അറിയുന്നത് ദൈവത്തിനാണ്. പക്ഷെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്. ആ ധാരണ വെച്ച് നമ്മൾ തന്നെ ഇനിയുള്ള നാളുകളിൽ കൂടുതൽ ചിന്തിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ കൂടുതൽ നന്മ ചെയ്യാൻ, കൂടുതൽ പുണ്യം ചെയ്യാൻ, കൂടുതൽ പരോപകാരങ്ങൾ ചെയ്യാൻ, കൂടുതൽ ആശയടക്കൽ ചെയ്യാനൊക്കെ നമ്മൾ ശീലിക്കണം. തെറ്റ് ചെയ്യാതിരിക്കാൻ, ചെയ്ത തെറ്റിന് അനുഭവിക്കാൻ. പൗലോസ് പറഞ്ഞില്ലേ, ആകയാൽ പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. മനുഷ്യർ തരുന്ന പ്രതിഫലം നോക്കിയാൽ നന്മ ചെയ്യാനൊന്നും അധികം തോന്നില്ല, പണ്ടേ നിർത്തിപ്പോവും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, മനുഷ്യൻ തരുന്ന നന്മയിലേക്ക്, പ്രതിഫലത്തിലേക്ക് നോക്കണ്ട. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. നിന്റെ വിധി സമയത്താണ് നിനക്ക് എൻ്റെ ഗുണം കിട്ടാൻ പോണത്. അതുകൊണ്ട് നന്മ ചെയ്യാൻ മടുപ്പ് തോന്നണ്ട എന്ന് നമ്മളോട് പറയുന്നത്. കണ്ണുകൾ അടയ്ക്കാം നമുക്ക്. കർത്താവിൻ്റെ മുമ്പിലുള്ള കണക്ക് പുസ്തകം നമുക്ക് തന്നെ ഒന്ന് തുറന്ന് വായിക്കാം. കണക്ക് പുസ്തകത്തിലെ എൻ്റെ പേജിൽ ഞാൻ ചെയ്ത എന്തെല്ലാം നന്മകൾ, സുഹൃത്തുക്കൾ, പുണ്യങ്ങൾ ദൈവം എഴുതി വെച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒത്തിരി എണ്ണം ഉണ്ടാകുക, കുറച്ചെണ്ണം ഉണ്ടാകും. അതിൻ്റെ എണ്ണം എത്ര കൂടുന്നോ അത്രയും നമുക്ക് സന്തോഷിക്കാം. അതിൻ്റെ എണ്ണം എത്ര കുറവാണോ അത്രയും കുറച്ച് സന്തോഷം മതി നമുക്ക്. രണ്ടാമത്തെ പേജിലേക്കും പോകാം. ഞാൻ ചെയ്തതും അനുദപിച്ചേറ്റ് പറയാത്തതും ദൈവം ക്ഷമിക്കാത്തതുമായ തെറ്റുകളുടെ ലിസ്റ്റ് അവിടെ ഉണ്ടാകാം. ആ തെറ്റുകളുടെ എണ്ണം കൂടിയിരിക്കാം, കുറഞ്ഞിരിക്കാം. എണ്ണം കുറവാണെങ്കിൽ സന്തോഷിക്കാം, എണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ അസ്വസ്ഥപ്പെടണം. ആ അസ്വസ്ഥത നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടത് ദൈവവുമായിട്ടുള്ള ഒരു അനുരഞ്ജനത്തിലേക്ക്. അതാണ് കർത്താവ് പറഞ്ഞത്, വഴിയിൽ വെച്ചു തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക. കാരണം ജയിലിന് പുറത്ത് കിടക്കുന്നവൻ കടം വീട്ടാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ജയിലിൽ കിടന്നുകൊണ്ട് എങ്ങനെ കടം വീട്ടും? സ്വാതന്ത്ര്യത്തോടെ നടന്ന കാലത്ത് പോലും കടം വീട്ടാൻ പറ്റിയില്ല. അങ്ങനെയാണ് ജയിലിൽ കിടന്നുകൊണ്ട് അവൻ എങ്ങനെ കടം വീട്ടും? അതുകൊണ്ടാണ് പറഞ്ഞത്, അവസാനത്തെ തുണ്ട് വരെ കൊടുക്കാതെ രക്ഷപ്പെടത്തില്ല എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവിടെ നിന്ന് രക്ഷയില്ല, അല്ലെങ്കിൽ ഒരുപാട് കാലം സഹിച്ച് തീർത്താലേ അവിടെ നിന്ന് രക്ഷയുള്ളൂ. അതാണ് ശുദ്ധീകരണ സ്ഥലം. ഒത്തിരി കടം വീട്ടി 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 അവിടെ നിന്ന് രക്ഷ. നരകത്തിലാണ് അവിടെ നിന്ന് രക്ഷയില്ല. ബൈബിള് പറയുന്നുണ്ടല്ലോ, മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്, എന്നാൽ മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. പ്രിയപ്പെട്ടവരെ, മരിച്ച് ദൈവത്തെ കാണുമ്പോൾ നമ്മൾ ആരും അമ്പരക്കരുത്. പകരം നമ്മൾ അത്ഭുതപ്പെടണം, നമ്മൾ സന്തോഷിക്കണം. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമ്മളെ പിടിച്ച് നിർത്തണം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം വന്ന് നിങ്ങൾക്ക് അവർക്ക് രാജ്യം അവകാശപ്പെടുത്തുവിനെന്ന ആ വാക്ക് നമുക്ക് കേൾക്കാൻ ഇടയാകണം. അതിനൊരു വശത്ത് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക, മറുവശത്ത് ചെയ്ത തെറ്റുകൾക്ക് ദൈവത്തോട് മാപ്പ് ചോദിച്ച് ദൈവത്തോട് അനുരഞ്ജനപ്പെടുക. അതാണ് കർത്താവ് പറഞ്ഞത്, വഴിക്ക് വെച്ച് നീ അനുരഞ്ജനപ്പെട്ടുകൊള്ളുക. നമ്മുടെ വരിഞ്ഞുള്ള ജീവിതത്തിൽ ഈ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ടെങ്കിൽ ക്രമീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.
ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപം ചെയ്യാതെ ജീവിച്ച പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ പേരിൻ്റെ കാരണക്കാരായ വിശുദ്ധരുടെ മധ്യസ്ഥത നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കാവൽ മാലാഖമാരുടെ സംരക്ഷണം നമുക്ക് അപേക്ഷിക്കാം. നിങ്ങളെല്ലാവരും ഞങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു നല്ല ബുദ്ധിവാചകമാക്കാൻ വേണ്ടി നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ ഓർക്കുക, നിങ്ങൾ ചെയ്ത ഒരു നന്മയും ഒരു സുഹൃതവും ഒരു പരോപകാരവും ഒരാശയടക്കവും ദൈവം കാണാതെ പോയിട്ടില്ല. ദൈവം അത് മറന്നു പോയിട്ടില്ല, മറന്നു പോകത്തുമില്ല. അതെല്ലാം ഒരു ദിവസം ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ട് പറയും, ഇതെല്ലാം എനിക്ക് വേണ്ടി നീ ചെയ്തതാ, ഇതെല്ലാം എനിക്ക് വേണ്ടി നീ ചെയ്തതാ. ദൈവം അനുഗ്രഹിക്കട്ടെ. കറസൂസ പ്രാർത്ഥനയോടുകൂടി നമ്മൾ കുർബാന തുടരുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പന്തക്കുസ്താ തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ റെമജിയോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകിയ സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലേഹന്മാരെ നിറച്ച കർത്താവേ, ദിവ്യാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും വിശുകായിക സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലാഘികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ ഫലം കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമൈ നിടവുമിതാ. പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക. അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർദേവം പാടാം. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ.
ദരിദ്രൻ ഭക്ഷിച്ച് തൃപ്തരാകും. മിശിഹാ കർത്താവിൻ തിരുമൈനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകന അഖിലരും ഒന്നായി സന്നിധിയിൽ മാനവനിരയോട് ചേർന്നേവം പാടാ. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായകന്റെ അമരത്തിന്റെയും തിരുമനായ മറിയൂസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ നയിക്കുവാമേ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം അമേനാമേനെന്തൽ ഘോഷിക്കട്ടെ. വിജയം മരിച്ച തിരുമന്മാരുടെയും പടഞ്ഞുട രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നദ്ധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷത്തിൻ്റെ ശരീരരത്നങ്ങളാകുന്ന ദിവരസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കരുണാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്ങയുടെ മഹത്വമേറെ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. ഇതോടെ നാലംഗ ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കരിപോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന നാഥനായ അങ്ങയ്ക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ
ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മയാതനും അങ്ങയുടെ സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിശായിയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പകലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരെ ബലഹീനരുമാകുലരുമായ യുദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്ര ബലഹീനമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പത്തിച്ചു പോയി ഞങ്ങളെ സുമധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ശ്രമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ ബൗദ്ധമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും
പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരിൽ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ ഭീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും അവരാർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരത്നങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ ദർശനധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംസിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്നു എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നുള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യരഥത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുതരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുന്നുവെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങളൊന്ന് ഏർന്നിപ്പോൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശത്തനായ സർവേശ്വര, നലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കടപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് വൃത്തിത്തിരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാച്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം
അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട സ്ലീഹന്മാരെ അനുകരിച്ച് വിശുദ്ധർ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഖമാരോടുകൂടെ ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അരൂപിക്കടുത്ത വിധം ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ഈശോയെ, ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കുവാമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഭാവികളും ബലഹീനമായ ഞങ്ങളെ അങ്ങോട്ട് ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലിവഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവിൻ രക്ഷകനമായ മിശിഹായെ നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു.
സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാപന ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. നമ്മുടെ അന്ത്യ വിധി സമയത്തേക്ക് ഈ ഒരാഴ്ചയും നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഈ ഒരാഴ്ച ദൈവത്തോടു കൂടി നടക്കുവാൻ, ദൈവാനുഗ്രഹത്തോടു കൂടി നടക്കുവാൻ, തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാൻ ആവശ്യമായ ദൈവിക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എന്നോടൊപ്പം നടക്കണമേ, എന്നോടൊപ്പം യാത്ര ചെയ്യണമേ, എനിക്ക് സംരക്ഷണ കവചമൊരുക്കണമേ, എനിക്കാവശ്യമായ ആത്മീകവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തലകുനിക്കാം. കർത്താവെ, അനേകരെ ആശീർവദിച്ച് തൊട്ട ആ കരം എൻ്റെ മേൽ ഇപ്പോൾ വയ്ക്കണമേ, എന്നെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുതനാൽ നൽകിറുകാദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവസ്തുതികൾ നാം, വാഴ്ത്താമെന്നും തിരുമുമ്പിൽ. പരിപാവനമായ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരം നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ.